Good morning, students. Welcome to today's class. Today we are discussing about what is quantum limit of detection. Okay, so in previous class we have studied about what is sensitivity of receiver and what is bit error rate, minimum bit error rate needed uh, for a good receiver, etc. Okay, so these three are the performance parameters of a for the receiver, that is bit error rate, sensitivity, and quantum limit of detection. As the name itself, quantum limit. Quantum is what? The packet of photons detection. So detect ചെയ്യാനുള്ള ആ ഒരു ഫോട്ടോൺസിന്റെ ലിമിറ്റ് അത് തന്നെയാണ്. The number of the minimum number of photons required to be detected per bit for achieving the desired bit rate is called quantum limit of detection of the receiver. റിസീവറിന്റെ ലിമിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള ബിറ്റ് റേറ്റ് അച്ചീവ് ചെയ്യാനുള്ള അച്ചീവ് ചെയ്യുമ്പോഴുള്ള മിനിമം നമ്പർ ഓഫ് ഫോട്ടോൺസ്. ഓക്കെ, ഈ അച്ചീവ് ചെയ്യാനുള്ള മിനിമം നമ്പർ ഓഫ് ഫോട്ടോൺസ്. അപ്പോൾ അതാണ് ക്വാണ്ടം ലിമിറ്റ് ഓഫ് ഡിറ്റക്ഷൻ. ക്വാണ്ടം ലിമിറ്റ് വരുമ്പോൾ ഫോട്ടോൺസിന്റെ ലിമിറ്റ്. സോ മിനിമം നമ്പർ ഓഫ് ഫോട്ടോൺസ് ടു ബി ഡിറ്റക്റ്റഡ് പെർ ബിറ്റ് in order to achieve the desired bit error rate. That is quantum limit of detection. And in name it തന്നെ അതുണ്ട്. Okay, for calculating the quantum limit of detection, let us assume P of t be the transmitted optical power during a bit interval, and eta is be the efficiency factor related to the generation of electron hole pair in the material of photodetector. Okay, ഇപ്പോൾ ക്വാണ്ടം ലിമിറ്റ് ഡിറ്റക്ഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ പി ടി ട്രാൻസ്മിറ്റർ ഒപ്റ്റിക്കൽ പവർ ഇറ്റ് ഇസ് ബി കൺസിഡർഡ് ആസ് പി ടി. ഓക്കെ, ആൻഡ് എഫിഷ്യൻസി ഈറ്റ ആൻഡ് ആൾസോ ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേഷൻ ആൻഡ് ആൾസോ എച്ച് ന്യൂ ബി ദ എനർജി ഓഫ് വൺ ഫോട്ടോ. ഒരു ഫോട്ടോന്റെ എനർജി എച്ച് ന്യൂ ആയിട്ടും ഓക്കെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആൻഡ് ആൾസോ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേറ്റ്. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഹോൾ പെയർ റിസീവറിൽ ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമ്മുടെ എഫിഷ്യൻസി എച്ച് എന്ന് പറയുമ്പോൾ ഒരു ഫോട്ടോന്റെ എനർജിയാണ് എച്ച് ന്യൂ. അതെല്ലാം നോക്കുമ്പോൾ ട്രാൻസ്മിറ്റഡ് പവർ ആണ് പി ഓഫ് ടി. ദെൻ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേറ്റഡ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എൻ ഇസ് ഈക്വൽ ടു എഫിഷ്യൻസി ഈറ്റ ബൈ എച്ച് ന്യൂ. എച്ച് ന്യൂ പറയുമ്പോൾ ഒരു ഫോട്ടോന്റെ എനർജി ഇന്റഗ്രൽ 0 to t പി ഓഫ് ടി ഡി ടി. പി ഓഫ് ടി വരുമ്പോൾ ആ ഒരു ടൈം ഇന്റർവെൽ. ഓക്കെ, സോ ആ ഒരു നമ്പർ ഓഫ് ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേഷന്റെ ഇക്വേഷൻ ആണ് ക്യാപിറ്റൽ എൻ ഇസ് ഈക്വൽ ടു ഈറ്റ ബൈ എച്ച് ന്യൂ ഇന്റഗ്രൽ 0 to t പി ഓഫ് ടി ഡി ടി. Okay, the probability of n electron hole pair being generated during any bit interval is given by the Poisson distribution. Okay, it is small letter n എന്ന് പറയുമ്പോൾ electron hole pair generation during any bit interval. ഒരു ബിറ്റ് ഇന്റർവൽ, ഏതെങ്കിലും ബിറ്റ് ഇന്റർവെലിന്റെ ഇടയിലുള്ള രണ്ട് ബിറ്റ് ഇന്റർവെലിന്റെ ഇടയിലുള്ള പ്രോബബിലിറ്റി ഓഫ് ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേഷൻ ആണ് പി ഓഫ് എൻ. ഓക്കെ, അത് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. പി ഓഫ് എൻ ഇസ് ഈക്വൽ ടു എൻ എന്ന് പറയുമ്പോൾ ടോട്ടൽ ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേഷൻ. സോ എൻ ഇൻറ്റു എൻ റേസ് ടു എൻ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എൻ ബൈ എൻ ഫാക്ടോറിയൽ. സോ പോയ്സൺസ് ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേഷൻ ഡ്യൂറിങ് എനി ബിറ്റ് ഇന്റർവൽ, ഒരു ബിറ്റ് ഇന്റർവൽ, ഏതെങ്കിലും ബിറ്റ് ഇന്റർവെലുള്ള ഓരോ ബിറ്റ് ഇന്റർവെല്ലിലുള്ള ഫോട്ടോൺ ജനറേഷന്റെ ഒരു ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേഷന്റെ കൗണ്ട് ആണ് എൻ, അതിന്റെ പ്രോബബിലിറ്റി ആണ് പി ഓഫ് എൻ. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എൻ റേസ് ടു എൻ ഇ റേസ് മൈനസ് എൻ ബൈ എൻ ഫാക്ടോറിയൽ. The probability that no electron hole pairs are generated during a bit interval is given. ഒരു ബിറ്റ് ഇന്റർവെല്ലിൽ ഇലക്ട്രോൺസ് ഒന്നും ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ എൻ ഈക്വൽ, അതായത് ഒരു ബിറ്റ് ഇന്റർവെല്ലിൽ ഇലക്ട്രോൺ ഹോൾ പെയർ ഒന്നും ജനറേറ്റ് ചെയ്തിട്ടില്ല, പെർട്ടിക്കുലർ ബിറ്റ് ഇന്റർവെല്ലിൽ ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി ഓഫ് ഇലക്ട്രോൺ ഹോൾ പെയർ പി ഓഫ് എൻ എന്നുള്ളത് എൻ ഈക്വൽ ടു 0 ആവും. സോ പി ഓഫ് 0 ഇസ് ഈക്വൽ ടു എൻ റേസ് ടു 0 ഇ റേസ് ടു എൻ ബൈ 0 factorial. We have 0 factorial is equal to 1. N raised to 0 is also equal to 1. So P of 0 is equal to e raised to minus L. അതായത് ഒരു ബിറ്റും ഫോം ചെയ്തിട്ടില്ലെങ്കിലുള്ള ഒരു ഫോട്ടോണും ഒരു ഇലക്ട്രോൺ ഹോൾ പെയറും ഒരു ബിറ്റിന്റെ ഇടയിൽ ഇന്റർവെല്ലിൽ ഫോം ചെയ്തിട്ടില്ലെങ്കിലുള്ള ഇക്വേഷൻ ആണ് P of 0 is equal to e raised to minus L. For an accessible system, the bit rate should be at most 10 raised to minus 10. Okay, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് ബിറ്റ് റേറ്റ് എത്ര വരണം? മാക്സിമം 10 raised to minus 9 ആണ് നമ്മൾ പറഞ്ഞ ബിറ്റ് എറർ റേറ്റ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ ഇത് ഈ ഒരു ഫോട്ടോൺ ജനറേഷൻ ലെസ് ദാൻ ഇസ് ഈക്വൽ ടു ബിറ്റ് എറർ റേറ്റ് ആണ് അല്ലേ? മിനിമം ജനറേഷൻ ഇസ് ലെസ് ദാൻ അറ്റ് ദ പോസിബിൾ ബിറ്റ് എറർ റേറ്റ്, അത് പറയല്ലോ. അപ്പോൾ ബിറ്റ് എറർ റേറ്റിനാവുമ്പോൾ മിനിമം
number of electron hole pair generation e raised to minus n. So e raised to minus n less than is equal to 10 raised to minus 10 കിട്ടും. സോ ഈ ഒരു ഇക്വേഷൻ e raised minus n less than is equal to 10 raised to minus 10 നമുക്ക് ഈ റേസ്ഡ് ഉള്ള ഈ ക്യാപിറ്റൽ എന്നിന്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 21 കിട്ടും. ഓക്കെ, ഇതിനെ നമ്മൾ 10ന്റെ പവറിലോട്ട് മാറ്റി ഇതിന്റെ പവർ തമ്മിൽ ഇക്വേറ്റ് ചെയ്താൽ അപ്രോക്സിമേറ്റ്ലി ക്യാപിറ്റൽ n ഇസ് ഈക്വൽ ടു 21 കിട്ടും. അപ്പൊ ഇതിനർത്ഥം എന്താ, നമ്പർ ഓഫ് ഫോട്ടോൺസ് n എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഹോൾ പെയർ ഒരു ബിറ്റ് ഇന്റർവെല്ലിൽ മിനിമം 21 എങ്കിലും എന്ത് ചെയ്യണം, പ്രൊഡ്യൂസ് ചെയ്യണം. സോ for the best possible receiver with no thermal noise, there should be at least 21 photons on average incident on the photon detection during one bit interval for an accessible bit rate. This is the quantum detection limit of the receiver. നമ്മൾ പറഞ്ഞു മിനിമം ഫോട്ടോൺസ് എന്ത് ചെയ്യുക, ഈ ഫോട്ടോ ഡിറ്റക്ടറിൽ സ്ട്രൈക്ക് ചെയ്യുക അറ്റ് 1 ബിറ്റ് ഇന്റർവൽ വിത്ത് ആക്സിബിൾ ബിറ്റ് റേറ്റ്. അപ്പോൾ മിനിമം ഫോട്ടോൺ നമുക്ക് കിട്ടി n ഈക്വൽ ടു 21. അപ്പോൾ മിനിമം അറ്റ്ലീസ്റ്റ് മിനിമം വാല്യൂ, അതായത് അറ്റ്ലീസ്റ്റ് ഫോട്ടോൺസ് n ഈക്വൽ ടു 21 വേണം, 21 നമ്പർ ഓഫ് വേണം ഒരു ബിറ്റ് ഇന്റർവലിൽ നമ്മുടെ ഫോട്ടോ ഡിറ്റക്ടറിൽ ഡിറ്റക്ട് ചെയ്യാൻ വിത്ത് ആക്സസിബിൾ ബിറ്റ് റേറ്റ്. അതാണ് നമ്മുടെ ക്വാണ്ടം ഡിറ്റക്ഷൻ ലിമിറ്റ് ഓഫ് എ റിസീവർ എന്ന് പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ ആ മിനിമം നമ്പർ ഓഫ് ഫോട്ടോൺസ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു, n ഈക്വൽ ടു 21. ഇനി എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഓക്കെ, ഈ നെക്സ്റ്റ് ഹൗ ഈ പ്രാക്ടീസ് ഈ ഒരു അപ്പോൾ നോർമൽ പ്രാക്ടിക്കൽ കേസ് നോക്കുകയാണെങ്കിൽ ഇത് വളരെ സ്മോൾ വാല്യൂ ആണ് ദിസ് 21 എന്ന് പറഞ്ഞാൽ. അപ്പോൾ നോർമലി നമ്മുടെ ഫോട്ടോണിന്റെ റേഞ്ച് വരുന്നത് ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ്സിന്റെ റേഞ്ചിലാണ് ഫോട്ടോൺസിന്റെ റേഞ്ച്. പക്ഷേ ഈ പ്രാക്ടിക്കലില് നമ്മുടെ ക്വാണ്ടം ലിമിറ്റ് ഓഫ് ഡിറ്റക്ഷൻ, അതായത് രണ്ട് ബിറ്റിന്റെ ഇടയിലുള്ള നമ്പർ 21 ഇല്ലാതെ ചിലപ്പോൾ കുറയും. മൊത്തം ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേഷൻ പറയുമ്പോൾ 100,000 ഒക്കെ വരും. പക്ഷെ ഇൻ ബിറ്റ്വീൻ 2 ബിറ്റ്, ഓക്കെ, ഓരോ ബിറ്റിനിടയിൽ വരുന്ന പെർ ബിറ്റ് ഓരോ ബിറ്റിലും വരുന്ന റേഞ്ച് 21 ഇല്ലാതെ കുറയും പ്രാക്ടിക്കൽ കേസിൽ. അതെന്താന്ന് വെച്ചാൽ തെർമൽ നോയ്സും അതുപോലെ തന്നെ അതർ കൈൻഡ് ഓഫ് നോയ്സ് എന്ത് ചെയ്യാണ് റിസീവറിന്റെ പെർഫോമൻസ് ഡിറ്റീരിയോറേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ നമ്പർ ഓഫ് ഫോട്ടോൺസ് 21 കുറയാനുള്ള കാരണം. ഓക്കെ, quantum limit of detection gives the average number of photons that requires to be transmitted per bit duration for achieving the desired bit rate. അതായത് ക്വാണ്ടം ലിമിറ്റിന്റെ ആ ഒരു ഇത് പറയണേ, അതായത് നമ്പർ ഓഫ് ഫോട്ടോൺസ് റിക്വയർഡ് ഫോർ പെർ ബിറ്റ് ഡ്യൂറേഷൻ, ഒരു ബിറ്റ് ഡ്യൂറേഷനിൽ ഫോർ അച്ചീവിങ് ഡിസൈർഡ് ബിറ്റ് റേറ്റ്. അതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഡെഫിനേഷൻ. ഫോർ ഇഫ് എ ബിറ്റ് ഡ്യൂറേഷൻ, അപ്പൊ അങ്ങനെ എന്ന് പറഞ്ഞാൽ ഒരു ബിറ്റ് റേറ്റിലുള്ള ഒരു ബിറ്റ് ഡ്യൂറേഷനിലുള്ള നമ്പർ ഓഫ് ഫോട്ടോൺസ്, മിനിമം നമ്പർ ഓഫ് ഫോട്ടോൺസ് n ഈക്വൽ ടു 21. അതാണ് ഫോർ അച്ചീവിങ് ഡിസൈർഡ് ബിറ്റ് റേറ്റ്. നമ്മൾ ആവശ്യമുള്ള ബിറ്റ് റേറ്റ് അച്ചീവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മിനിമം നമ്പർ ഓഫ് ഫോട്ടോൺസിനെയാണ് ക്വാണ്ടം ലിമിറ്റ് ഓഫ് ഡിറ്റക്ഷൻ പറയുന്നത്. ഇനി നമ്മുടെ ഈ ഡ്യൂറേഷൻ, ബിറ്റ് ഡ്യൂറേഷൻസ് ഡിക്രീസ് ചെയ്ത രണ്ട് ബിറ്റ് തമ്മിലുള്ള ഡ്യൂറേഷൻ ഡിക്രീസ് ചെയ്ത് അവിടെ ഡാറ്റ റേറ്റ് ഇൻക്രീസ് ചെയ്യും, നമ്പർ ഓഫ് ഡാറ്റ റേറ്റ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഡ്യൂറേഷൻ ഡിക്രീസ് ചെയ്താലും ഈ ബിറ്റിനിടയിലുള്ള നമ്പർ ഓഫ് ഫോട്ടോൺസ് തന്നെ ആയിരിക്കും. ഇൻ ബിറ്റ്വീൻ ബിറ്റ്സ് എന്താവണം ആവണം 21 തന്നെ ആവണം മിനിമം. സോ ബിറ്റിന്റെ ഡ്യൂറേഷൻ ഡിക്രീസ് ചെയ്താലും, ഡ്യൂറേഷൻ ബിറ്റ്വീൻ ബിറ്റ്സ് ഡിക്രീസ് ചെയ്താലും ഡാറ്റ റേറ്റ് കൂടും. അപ്പോൾ ഇത്ര ഒരു റേഞ്ച് ഓഫ് ഡാറ്റ റേറ്റിൽ നമ്മൾ ഡ്യൂറേഷന്റെ ബിറ്റ് ഇൻക്രീസ് അത്രയും നമുക്ക് എന്ത് ചെയ്യാം, ബിറ്റ്സിനെ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, സോ ഡാറ്റ റേറ്റ് കൂടും പക്ഷെ ബിറ്റ് ഡ്യൂറേഷൻ കുറയും. ബിറ്റ് ഡ്യൂറേഷൻ കുറഞ്ഞാലും ഇൻ ബിറ്റ്വീൻ 2 ബിറ്റ് മിനിമം നമ്പർ ഓഫ് ഫോട്ടോൺസ് 21 തന്നെ വേണം. പക്ഷേ ഇപ്പോൾ സെക്കൻഡ് നോക്കുകയാണെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര ബിറ്റ്സ് വരും നോക്കുകയാണെങ്കിൽ അത് ഇൻക്രീസ്ഡ് ആവും. കാരണം ഡാറ്റ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, നമ്പർ ഓഫ് സാമ്പിൾസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. കാരണം ഡ്യൂറേഷൻ കുറവുന്നതുകൊണ്ട് നമുക്ക് അത്രയും സാമ്പിൾസ് ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ ഒരു സെക്കൻഡിൽ വരുന്ന ഫോട്ടോൺസിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ആ സെക്കൻഡിൽ ഒരു ടൈമിൽ ഒരു ടൈം ഇൻസ്റ്റന്റിൽ ഒരു വലിയ ബിറ്റുകൾ തമ്മിൽ വലിയ ഡ്യൂറേഷൻ ആണെങ്കിൽ ഒരു 10 എണ്ണമാണ് വരണമെങ്കിൽ ഡ്യൂറേഷൻ പകുതിയായി കുറച്ചാലും നമുക്കൊരു 20 ഫോട്ടോൺസിനെ ഒരു ടൈം ലിമിറ്റിൽ കിട്ടും. എന്നാലും ഫോട്ടോൺസ് തമ്മിൽ അതിന്റെ ഇടയിൽ വരുന്ന നമ്പർ ഓഫ് ഫോട്ടോൺസ് ജനറേഷൻ 21 ആവണം. പക്ഷെ ഒരു സെക്കൻഡ് ഒരു ടൈമിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു സെക്കൻഡിൽ വരുന്ന നമ്പർ ഓഫ് ഫോട്ടോൺസ് ഇൻക്രീസ് ചെയ്യും. സോ ഫോട്ടോൺസ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൽ വരുന്ന പവറും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സോ ദിസ് ആവറേജ് പവർ ഇസ്, അപ്പോൾ ഈ പവർ പ്രൊപ്പോർഷണൽ ടു ദ ഡാറ്റ റേറ്റ്. ഡാറ്റ റേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അത്രയും ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ പവർ ഇൻക്രീസ് ചെയ്യും. സോ പവർ റിസീവ്ഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ബി എന്ന് പറയുമ്പോൾ ഡാറ്റ റേറ്റ്. ഓക്കെ, പവർ ഈസ് പ്രൊപ്പോർഷണൽ ടു ബി എന്നുള്ളത് വേറൊരു ഇക്വേഷനാണ്. ഓക്കെ, so that's all about this section. Okay, that is quantum limit of detection. Now we can discuss some problems.
കുറച്ച് പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് വെച്ചിട്ടുള്ള പ്രോബ്ലം. അപ്പോൾ നമുക്ക് ഇക്വേഷൻസ് ഒക്കെ നോക്കാം. നമുക്ക് I² 2K IL B ഓക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡാർക്കിലാണെങ്കിലും ഷോർട്ട് നോയ്സ് ആണെങ്കിലും IA, ഷോർട്ട് ആണെങ്കിൽ ഈ ILന് പകരം IS വരും. ഓക്കെ, ഷോർട്ട് നോയ്സ് ആണെങ്കിൽ 2Q IQ IM, തെർമൽ നോയ്സ് ആണെങ്കിൽ ഇത് 4K TB ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ, പാരാമീറ്ററിൻ്റെ കമ്പാരിസൺ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ പ്രോബ്ലം നോക്കാം. Okay, first question is, a PN photodiode has a quantum efficiency of 65% for photons of energy 1.52 to 10⁻⁻19 joule. ഒരു ഫോട്ടോന്റെ എനർജി ദാറ്റ് ഈസ് h nu ആണ് നമുക്ക് തന്നിട്ടുള്ളത്, ആൻഡ് ആ എഫിഷ്യൻസി തന്നിട്ടുണ്ട്. ദെൻ നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത്, ഫൈൻഡ് ദ വേവ് ലെങ്ത് അറ്റ് വിച്ച് ദ ഡയോഡ് ഇസ് ഓപ്പറേറ്റിംഗ്, ഡയോഡ് ഓപ്പറേറ്റ് ചെയ്യുന്ന വേവ് ലെങ്ത്. ആൻഡ് സെക്കൻഡ് വൺ, ഒപ്റ്റിക്കൽ പവർ റിക്വയർഡ് ടു അച്ചീവ്. ഓക്കെ, നമുക്ക് വേണ്ട ഒപ്റ്റിക്കൽ പവർ ടു അച്ചീവ് ദ കറന്റ് 3 മൈക്രോ ആംപിയർ when the wavelength of incident photon is then calculated in part A. പാർട്ട് എയിലുള്ള ഈ വേവ് ലെങ്ത് നമ്മൾ കണ്ടുപിടിച്ച വേവ് ലെങ്ത്തും അതുപോലെ തന്നെ ഫോട്ടോ കറന്റ് 3 മൈക്രോ ആംപിയറിലെ ഫോട്ടോ കറന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒപ്റ്റിക്കൽ പവർ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഫോർ ദാറ്റ് we have efficiency is equal to 65% and a photon of energy is equal to 1.52 into 10⁻⁻19 joule. Okay, and I photo current is 33 micro ampere. അങ്ങനെ അതൊക്കെ തന്നിട്ടുണ്ട്. The next, moving to the question. Okay, moving to the question. We have wavelength of the diode. Wavelength കാണാൻ h nu നമുക്ക് തന്നിട്ടുണ്ട്. From here we find the wavelength. So h nu പറഞ്ഞാൽ frequency. Nu is equal to c by lambda എന്നാണ് അല്ലേ. nu പറഞ്ഞാൽ ഫ്രീക്വൻസി ആണ്. So h nu is equal to h c by lambda എന്ന് പറയും. ഓക്കെ, എച്ച് ന്യൂവിന്റെ വാല്യൂ നമുക്കറിയാം 1.5 to 10⁻⁻90 എന്ന് എച്ച് ന്യൂ അവർ തന്നിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള വാല്യൂസ് ഒക്കെ കൊടുത്ത് നമുക്ക് ലാംഡന്റെ വാല്യൂ കാണാം. സോ ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ ബൈ ഈ വാല്യൂ വരും. സോ h is equal to 6.626 into 10⁻34, that is Planck's constant, into c എന്നാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്, കാരണം ലൈറ്റ് ആണ് ഇവിടെ പാസ് ചെയ്യുന്നത്. സോ 3 into 10⁸8 by 1.5 to 10⁻⁻19 is equal to lambda. So lambda value we get 1.307 micrometer ആണ് നമുക്ക് ലാംഡ വാല്യൂ കിട്ടി. ഈ കറസ്പോണ്ടിങ് ലാംഡ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കാണണം, നമ്മുടെ ഇൻപുട്ട് പവർ കാണാം അല്ലെ, റിക്വയർഡ് പവർ കാണാം. സോ പവർ കാണാനുള്ള ഇക്വേഷൻ ഒരു റെസ്പോൺസിവിറ്റിന്റെ ഇക്വേഷൻ R. ഓക്കെ, നമ്മളൊരു റെസ്പോൺസിവിറ്റി ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. R is equal to I photo. ഓക്കെ, നമ്മൾ പ്രീവിയസ് ഇതില് എഫിഷ്യൻസിയും റെസ്പോൺസിവിറ്റി എന്നുള്ള ഒരു റിലേഷൻ ആയിട്ടുള്ള ഇക്വേഷൻ. Okay, this is the equation. That is responsivity. Okay, responsivity is equal to I is equal to I photo. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ തിയറി ജസ്റ്റ് പറഞ്ഞു പോയപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടാവും. എഫിഷ്യൻസി RE/RP, അതായത് റീകോമ്പിനേഷൻ ആ ഒരു ഇതാണ് റിലേഷൻ ബിറ്റ്വീൻ ക്വാണ്ടം എഫിഷ്യൻസി, റെസ്പോൺസിവിറ്റിയും എഫിഷ്യൻസിയും തമ്മിലുള്ള റിലേഷൻ ആണ്. സോ ഈ റിലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. R is equal to I photo by P in, which is equal to efficiency eta E by HF or H nu. അപ്പോൾ ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് പ്രോബ്ലം. Okay, so this is the problem. Responsivity is equal to I photo by P, which is equal to eta E by HF. So eta നമുക്ക് already അറിയാം 0.65 efficiency. Then electron 1.6 into 10⁻⁻19 electron charge h nu. h nuവിന്റെ വാല്യൂ ഓൾറെഡി h into f പറയുമ്പോൾ f എന്ന ഫ്രീക്വൻസി ആണ്. h nu വാല്യൂ ഓൾറെഡി തന്നിട്ടുണ്ട്. So this is the value 1.5 into 10⁻⁻19. So we get the responsivity equation. R is equal to 0.684 ampere per watt. That is equal to current ampere plus power watt. So ampere per watt ആവും റെസ്പോൺസിവിറ്റി. ഇനി റെസ്പോൺസിവിറ്റി ഇക്വേഷൻ, ഈ ഒരു ഇക്വേഷൻ ഐ ഫോട്ടോ നമുക്കറിയാം ബൈ ഇന്ന് പി ഇന് കാണാം. സോ പി ഇൻ ഇസ് ഈക്വൽ ടു ഐ ഫോട്ടോ ബൈ റെസ്പോൺസിവിറ്റി. സോ 3 into 10⁻⁻6 ബൈ ഈ വാല്യൂ. സോ വി ഗെറ്റ് പി ഇൻ ഇസ് ഈക്വൽ ടു 4.385 മൈക്രോവാട്ട്. ഓക്കെ, അങ്ങനെയാണ് പി ഇൻപുട്ട് കിട്ടുക. സോ അത് രണ്ടും കിട്ടി, വേവ് ലെങ്ത് കിട്ടി, ഇൻപുട്ട് വോൾട്ടേജ് ഇൻപുട്ട് power കിട്ടി. Okay, so that's all about that question. Then moving to the next question. If a diode has a ID
which is equal to 2 നാനോ ആംബിയർ. നാനോ ആംബിയറിൽ വരുമ്പോൾ നമുക്കതറിയാം അതെന്താണ്, നോയ്സ് ആണ് അല്ലേ. സോ അപ്പോൾ ഡാർക്ക് നോയ്സ് ഒക്കെ ആയിരിക്കും. 2 നാനോ ആംബിയർ. എ ഷണ്ട് റെസിസ്റ്റർ ഓഫ് RSH is equal to 5 into 10⁸. അപ്പോൾ ഷണ്ട് റെസിസ്റ്റർ വെച്ചിട്ടുള്ള നമുക്ക് ഇക്വേഷൻ തെർമൽ നോയ്സിന്റെ ഇക്വേഷൻ അറിയാം. ആൻഡ് റെസ്പോൺസിവിറ്റി R is equal to 0.5. And then for B equal to 1 calculate NEP കാണാനാണ്. ഓക്കെ, നോയ്സ് ഇക്വലന്റ് പവർ NEP കാണാൻ. സോ നമുക്ക് ഷോർട്ട് നോയ്സ് IS നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? IS is equal to, ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ട് 2QIPBE. ഓക്കെ, ഷോർട്ട് നോയ്സിനും സെയിം ഇക്വേഷൻ ആണ്. അതുപോലെ തന്നെ ക്വാണ്ടം നോയ്സ്, ഷോർട്ട് നോയ്സിനും സെയിം ഇക്വേഷൻ ആണ്. പിന്നെ വേറെ വരുന്ന നോയ്സ് ആണ് ഡാർക്ക് നോയ്സ്. ഓക്കെ, ഡാർക്ക് കറണ്ട്. ഓക്കെ, ഡാർക്ക് കറണ്ട് നോയ്സിനും ഈ സെയിം ഇക്വേഷൻ ആണ്. IP is replaced by ID ആണ്. So IS is equal to 2QIPBE. So 2 into Q പറയുമ്പോൾ ചാർജ് ഓഫ് ഇലക്ട്രോൺ, ദാറ്റ് ഇസ് 1.6 into 10⁻⁹ into IP എന്ന് പറയുന്നത് ദിസ് വാല്യൂ 2 into 2 നാനോ ആംബിയർ. സോ 2 into 10⁻⁹ into B പറയുമ്പോൾ ബാൻഡ് വിഡ്ത്ത് പറയുമ്പോൾ B equal to 1 Hz ആണ്. സോ വി ഹാവ് into 1. ഓക്കെ, ഈ ഒരു വാല്യൂന്ന് നമുക്ക് ഷോർട്ട് നോയ്സ് കിട്ടും. ഇനി ഇതിൽ നമുക്ക് തെർമൽ നോയ്സ് കാണാം. അപ്പോൾ നമുക്ക് ഇവിടെ NEP ആണ് കാണാൻ പറഞ്ഞത്, അതായത് നോയ്സ് ഇക്വലന്റ് പവർ. നോയ്സ് ഇക്വലന്റ് പവർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടോട്ടൽ നോയ്സ് ആണ് അല്ലേ. NEP അറിയുമ്പോൾ ഷോർട്ട് നോയ്സ് പ്ലസ് എന്ത് നോയ്സ് ആണ്, ജോൺസൺ നോയ്സ് കൂടിയതാണ് നമ്മുടെ NEP, ടോട്ടൽ നോയ്സ് ബൈ R. സോ ആ NEP ഇക്വേഷൻ കാണാൻ വേണ്ടി നെക്സ്റ്റ് തെർമൽ നോയ്സ് ITH കാണാം, വിച്ച് ഇസ് ഇക്വൽ ടു √4k TB RSH. സോ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ദിസ് ഇസ് IJ കറണ്ട്, ദാറ്റ് ഇസ് തെർമൽ കറണ്ട്. അതുപോലെ തന്നെ I എന്ന് പറയുമ്പോൾ ടോട്ടൽ കറണ്ട് അറിയുമ്പോൾ ഷോർട്ട് നോയ്സ് കറണ്ട് പ്ലസ് IJ കറണ്ട്, അതിന്റെ സ്ക്വയർ ആണ്. NEP നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, IN/R അല്ലേ, റെസ്പോൺസിബിലിറ്റി R എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് NEP കാണുന്നത്. സോ IN കാണാൻ നമുക്ക് ടോട്ടൽ നോയ്സ് കിട്ടണം. ടോട്ടൽ നോയ്സിന് ഷോർട്ട് നോയ്സും അതുപോലെ തന്നെ തെർമൽ നോയ്സും കൂടിയാണ്. സോ വി ഹാവ് ഷോർട്ട് നോയ്സ് നമ്മൾ കണ്ടു, തെർമൽ നോയ്സ് √4k TB by RSH. 4 into K അറിയുമ്പോൾ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ആണ്, ദാറ്റ് ഇസ് 1.38 into 10⁻⁻23 into T അറിയുമ്പോൾ ഇവിടെ ടെമ്പറേച്ചർ ആണ്. സോ ടെമ്പറേച്ചർ നമ്മൾ നോർമൽ കെൽവിൻ ടെമ്പറേച്ചർ എടുക്കുക, തന്നിട്ടില്ലെങ്കിൽ നമുക്ക് കെൽവിൻ ടെമ്പറേച്ചറിൽ എടുക്കാം. ഓക്കെ, സോ ദാറ്റ് ഈസ് കെൽവിനിൽ നോക്കുകയാണെങ്കിൽ 300 കെൽവിൻ ടെമ്പറേച്ചർ എടുക്കുന്നുണ്ട്. 37 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 300 കെൽവിനിലാണ് നമുക്ക് വേണ്ടത്. ഇൻറ്റു 1. ഓക്കെ, ബാൻഡ് വിഡ്ത്ത് നമുക്ക് 1 കിട്ടിയിട്ടുണ്ട് ബൈ RSH. ഓക്കെ, ഷോർട്ട് റെസിസ്റ്റർ, ഷണ്ട് റെസിസ്റ്റർ നമുക്ക് 5 into 10⁸ തന്നിട്ടുണ്ട്. അങ്ങനെ തെർമൽ നോയ്സ് നമ്മൾ ITH കാണാം. ഓക്കെ, ITH കണ്ടു. അപ്പോൾ തെർമൽ നോയ്സ് കണ്ടു, ഷോർട്ട് നോയ്സ് കണ്ടു. ഇനി ഇതിന്റെ ടോട്ടൽ നോയ്സ് കാണണം, ദാറ്റ് ഇസ് I ടോട്ടൽ ഓർ IN, ക്യാപിറ്റൽ N നമ്മൾ പറഞ്ഞിരുന്നത്. സോ ടോട്ടൽ നോയ്സ് വരുമ്പോൾ ഓക്കെ, നമ്മൾ ഇതിൽ പറഞ്ഞ പോലെ ടോട്ടൽ നോയ്സ് എന്ന് പറയുമ്പോൾ ദിസ് ഇസ് I² is equal or IN equal to I² plus IJ² റൂട്ടാണ് കാണുന്നത്. ഓക്കെ, സോ അതിന്റെ റൂട്ട് ഓഫ് ഇത് ഷോർട്ട് നോയ്സ് ആൻഡ് തെർമൽ നോയ്സിന്റെ റൂട്ട് സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടും. സോ വി ഗെറ്റ് I total is equal to 2.58 into 10⁻⁻14 amperes. Okay, from here we need to find NEP is equal to I total by R, which is equal to 2.58 into 10⁻⁻14 by R. R responsivity we have already given, R is equal to 0.5. So divide by 0.5, then we get 5.12 to 10⁻⁻14 watt. Okay, this is the NEP value for NEP. Okay, then next question. So moving to next, a digital optical fiber communication system operating at a wavelength of 1 micrometer requires a maximum bit rate of 10⁻⁻19. ഓക്കെ, ബിറ്റ് റേറ്റ് 10⁻⁻19 വേണം. അപ്പോൾ നമ്മളിപ്പോൾ പ്രീവിയസ് പഠിച്ച ബിറ്റ് റേറ്റ് 10⁻�19 വേണം. അതുപോലെ തന്നെ വേവ് ലെങ്ത് 1 മൈക്രോമീറ്ററും. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഡിറ്റർമൈൻ ദ തിയററ്റിക്കൽ ക്വാണ്ടം ലിമിറ്റ് അറ്റ് ദ റിസീവർ ഇൻ ടേംസ് ഓഫ് ദ ക്വാണ്ടം എഫിഷ്യൻസി ഓഫ് ദ ഡിറ്റക്ടേഴ്സ് ആൻഡ് ദ എനർജി ഓഫ് എൻ ഇൻസിഡന്റ് ഫോട്ടോൺ. ക്വാണ്ടം എഫിഷ്യൻസിയും അതുപോലെ തന്നെ എനർജി ഓഫ് ദ ഇൻസിഡന്റ് ഫോട്ടോൺ, അത് എനർജിന്റെ ബേസിൽ നമുക്ക് കാണേണ്ടത് ക്വാണ്ടം ലിമിറ്റ് കാണണം. ഓക്കെ, ക്വാണ്ടം ലിമിറ്റ് നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, that is P of n, probability of n, the minimum incident optical power required at the detector in order to achieve the above bit rate when the system is employing an ideal binary signaling at 10 Mbps and assuming the detector is ideal. Detector ideal ആണെങ്കിൽ assume ചെയ്യാം, and also bit rate above achieve ചെയ്യുന്ന bit rate, അതായത് 10⁻⁹ കൂടുതലാണെങ്കിൽ
ഇൻസിഡന്റ് ഒപ്റ്റിക് നമുക്ക് മിനിമം ഇൻസിഡന്റ് ഒപ്റ്റിക് പവർ ആണ് കാണേണ്ടത്. ഓക്കെ, ബിറ്റ് റേറ്റിലേറെ കൂടുതലാണെങ്കിൽ നമുക്ക് എത്ര ഒപ്റ്റിക്കൽ പവർ ഇൻസിഡന്റ് എഴുതൂ എന്നാണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം ഫസ്റ്റ് ക്വാണ്ടം ലിമിറ്റ് കാണണം. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഓപ്പറേറ്റർ വേവ് ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ബിറ്റ് റേറ്റും തന്നിട്ടുണ്ട്. സോ വി ഹാവ് പ്രോബബിലിറ്റി ഓഫ് എറർ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ആ ഒരു ബിറ്റ് റേറ്റ് കിട്ടണമെങ്കിലുള്ള നമ്മുടെ പ്രോബിലിറ്റി ഓഫ് n. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് e⁻⁻n p = 10⁻⁹ ആ ഒരു കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ എൻ പി എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 20 ആണ് ഇവിടെ കിട്ടുന്നത്. സോ 20. ഓക്കെ, ഓൾമോസ്റ്റ് നമ്മൾ 21 ആണ് പറഞ്ഞത് അല്ലേ. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഈ ഒരു ഇക്വേഷൻ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 21 ആണ്. അപ്പോൾ കറക്റ്റ് വാല്യൂ 20.7 ആണ്. ഓക്കെ, സോ 20.7. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ 10⁻⁹ ആണെങ്കിൽ നമുക്ക് ഇലക്ട്രോൺ ഹോൾ പെയർ കോൺസെൻട്രേഷൻ എന്താവണം, അല്ലെങ്കിൽ എയറിന്റെ പ്രോബിലിറ്റി എൻ പി എന്താവണം, ഈ ഒരു 21 അപ്രോക്സിമേറ്റ്ലി ദാറ്റ് ഈസ് ഈക്വൽ ടു 20.7 ആണ്. സോ എൻ പി ഇസ് ഈക്വൽ ടു എഫിഷ്യൻസി ഈറ്റ ഇ ബൈ എച്ച് എഫ്, അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. എൻ പി ഇസ് ഈക്വൽ ടു ഈറ്റ ഇ ബൈ എച്ച് എഫ് എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. സോ ഇതിൽ നമുക്ക് ഇ വാല്യൂ കാണാം. സോ ഇ ഇസ് ഈക്വൽ ടു എൻ പി ഇൻറ്റു എച്ച് എഫ് ബൈ ഈറ്റ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ എന്ന് പറയുമ്പോൾ ആ ഒരു ക്വാണ്ടം എഫിഷ്യൻസിന്റെ എനർജി. സോ ഇ ഇസ് ഈക്വൽ ടു, okay, this is the equation. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്. എൻ പി ഇസ് ഈക്വൽ ടു ഈറ്റ ഇ ബൈ എച്ച് എഫ് എന്നുള്ള ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്. സോ ഹിയർ എൻ പി ഇസ് ഈക്വൽ ടു ഇ ഇസ് ഈക്വൽ ടു എൻ പി എന്ന് പറഞ്ഞാൽ 20.7 ഇൻറ്റു എച്ച് എഫ് ബൈ എഫിഷ്യൻസി. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ. ദിസ് ഇസ് ദ മിനിമം എനർജി റിക്വയർഡ് ടു ബി ഡിറ്റക്റ്റഡ്, ദ ആവറേജ് റിസീവ്ഡ് ഒപ്റ്റിക്കൽ പവർ റിക്വയർഡ് ടു പ്രൊവൈഡ് ദിസ് മിനിമം പൾസ് എനർജി. ഓക്കെ, ഇതാണ് ആ മിനിമം എനർജി ഉള്ളത്. സോ ദാറ്റ് ഈസ് we know that. So P0 is equal to P എന്ന് പറയുമ്പോൾ they into HF by സോ ആ ഒരു പവർ കാണാനും വേണ്ടി നമുക്ക് എൻ പിന്റെ രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. P0ന്റെ ടേമിലുള്ളതും ദാറ്റ് ഈസ് ഈറ്റ P0 എച്ച് എഫ് ഇൻറ്റു ഡെൽറ്റ ടി. സോ ഇതിൽ നിന്ന് P0 കാണാം. സോ P0 ഇസ് ഈക്വൽ ടു എൻ പി ഇൻറ്റു എച്ച് എഫ് ബൈ ഈറ്റ ഇൻറ്റു ഡെൽറ്റ ടി, ആ ഒരു ഫോമിലോട്ട് വരും. ദാറ്റ് ഈസ് വി ഹാവ് equal to, okay, np into hf by 2 eta into delta t. ഓക്കെ, നമുക്ക് ആ ഒരു കിട്ടിയ ആ ഒരു ഫോമിലോട്ട് തന്നെയാണ്. ഓക്കെ, സോ P0ന്റെ വാല്യൂ 20.7 HF by 2 eta by delta t എന്ന് വരും. സോ ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് ഡെൽറ്റ ടീനെ നമുക്ക് ബി ആയിട്ട് റീപ്ലേസ് ചെയ്യാം. സോ ബിറ്റ് റേറ്റ് ഫോർ ദ ഐഡിയൽ ബൈനറി സിഗ്നലിംഗ് there are an equal number of ones and zeros. Thus the average received optical power may be considered to be arrive over 2-bit period. Okay, 2-bit periodലാണ് നമുക്ക് അറൈവ് ചെയ്യുന്നത്. സോ ദിസ് 2 ഇൻറ്റു ഡെൽറ്റ ടി എന്ന് കൊടുക്കാൻ കാരണം അതാണ്, ഓരോ ബിറ്റ് പീരീഡിലുമാണ് വരുന്നത്. സോ ഈ ഒരു ഡെൽറ്റ ടി എന്ന് പറയുമ്പോൾ അതിന്റെ ടൈം ഡ്യൂറേഷൻ ആണ്. അപ്പോൾ 2 ഡെൽറ്റ ടി എന്നുള്ള ഓരോ ടൈം ഡ്യൂറേഷൻ നമുക്ക് ബിറ്റ് റേറ്റ് ആയിട്ട്, ഓക്കെ, ബി ടി ആയിട്ട് റീപ്ലേസ് ചെയ്യാം. 2 ഇൻറ്റു ഡെൽറ്റ ടി നമുക്ക് ബി ടി ആയിട്ട് റീപ്ലേസ് ചെയ്യാം. സോ 1/2 ഡെൽറ്റ ടി ഇസിക്കൽ ടു ബി ടി. സോ 20.hf ഇൻറ്റു 2 ഡെൽറ്റ ടി, 1/2 ഡെൽറ്റ ടി ക്യാൻ ബി റീപ്ലേസ് ബൈ ബി ടി, ദാറ്റ് ഇസ് ബിറ്റ് റേറ്റ്. ബിറ്റ് റേറ്റ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് ഡ്യൂറേഷൻ ആണ്. സോ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ആ ഡ്യൂറേഷനെ ഇൻറ്റു 2 ബിറ്റ്, രണ്ട് ബിറ്റിനിടയിലുള്ള ഡ്യൂറേഷൻ ആണ് 2 ഡെൽറ്റ ടി എന്ന് പറയുന്നത്. So that can be replaced by the bit rate, that is BT. BT പറയുമ്പോൾ bit rate ആണ്. സോ ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് ഐഡിയൽ റിസീവർ ആണ്, എഫിഷ്യൻസി ഈക്വൽ ടു 1 ആയിരിക്കും. സോ വി ഹാവ് P0 is equal to 27 into H എന്ന് പറയുമ്പോൾ 6.628 and 10⁻⁻35, that is Planck's constant. F എന്ന് പറയുമ്പോൾ ഓക്കെ, എഫിനെ നമ്മൾ എന്ത് ചെയ്തു പറയാം, എഫ് ഇസ് ഈക്വൽ ടു സി ബൈ ലാംഡ എന്ന് കൊടുത്തു. സോ സി എന്നുള്ളത് 3 ഇൻറ്റു 10⁸8. ബി ടി നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് 10. ഓക്കെ, ബി ടി വേവ് ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. സോ വി ഹാവ് 1 മൈക്രോ 1 വേ. ഓക്കെ, സോ ബാൻഡ്വിഡ്ത്ത് bit array system. Okay, signaling 10 Mbps. ഓക്കെ, 10 Mbps ബാൻഡ് വിഡ്ത്ത് തന്നിട്ടുണ്ട്. 10 മെഗ ആണ്. സോ ഈ ഒരു ബിക്ക് പകരം നമ്മൾ 10 Mbps റീപ്ലേസ് 10 ഇൻറ്റു 10⁻⁶. പിന്നെ നമുക്ക്
2 ഇൻറ്റു എഫിഷ്യൻസി ഈക്വൽ ടു 1 കൊടുക്കാം. എഫിഷ്യൻസി ഇൻറ്റു പിന്നെ നമുക്ക് സി ബൈ ലാംഡ എന്ന് കൊടുത്തല്ലോ. അപ്പോൾ സി ബൈ ലാംഡ അവിടെ വേവ് ലെങ്ത് വരും. സോ വേവ് ലെങ്ത് നമുക്കറിയാം 1 മൈക്രോ ഓ എന്നാണ് തന്നിട്ടുള്ളത്. മൈക്രോ ഓക്കെ, ദിസ് ഇസ് വേവ് ലെങ്ത് 1 മൈക്രോമീറ്റർ വേവ് ലെങ്ത് തന്നിട്ടുണ്ടായിരുന്നു. സോ ഈ വേവ് ലെങ്ത് ഈ എഫിനെ നമ്മൾ റീപ്ലേസ് ചെയ്ത് സി ബൈ ലാംഡ എന്ന് കൊടുത്തു. ഈ എഫിന് പകരം സി ബൈ ലാംഡ കൊടുത്തു. ഇവിടെ 3 × 10⁸ ബൈ നമുക്ക് ആ ഒരു ഇതിന്റെ ലാംഡ എഫിഷ്യൻസി ഈക്വൽ ടു 1 കൊടുക്കാം. സോ വി ഗെറ്റ് പി ഔട്ട്പുട്ട് P0 is equal to 20.57 PW. So bit error rate level, so reference power level, so P0 in dB. ഓക്കെ, ഈ P0 ഇങ്ങനെയാണ് വരുന്നത്. ഡി ബിയിൽ വരുമ്പോൾ നമുക്ക് 10 log P0 by P1 കൊടുക്കാം. സോ P0 in dB is equal to 10 log P0 by P എന്ന് കൊടുക്കും. സോ Pന് ഓൾറെഡി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇവിടെ തന്നിട്ടുണ്ട്. ഇത്ര ഇൻപുട്ട് പവറിലാണെങ്കിൽ മിനിമം ഇൻപുട്ട് പവറിൽ നമുക്ക് ചെയ്യുമ്പോൾ, അതായത് ഓക്കെ, സോ P0 by P പവർ ഇൻ ഡി ബി മൈനസ് 106.8 ആണ് കിട്ടുക. സോ നമുക്ക് ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യാം. മിനിമം ഇൻസിഡന്റ് പവർ ഔട്ട്പുട്ട് പവർ ഒപ്റ്റിക്കൽ പവർ റിക്വയർ ദ റിസീവർ ടു അച്ചീവ് ദ എറർ റേറ്റ് 10⁻⁹ എറർ റേറ്റ് ആണെങ്കിൽ അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ -106 dB ആണ്. സോ ഡി ബിയിലോട്ട് മാറ്റുക, ഓർ ദിസ് വാല്യൂ നമുക്ക് ഓക്കെ പവർ ലെവൽ 1 വാട്ട് കൊടുത്തത്, അതായത് ഇൻപുട്ട് 1 കൊടുത്തിട്ടാണ് 10 log P0 എന്നുള്ളത് നമുക്ക് കിട്ടിയത് 20 ആണ്. ഓക്കെ 20 പോയിന്റ് ആണ്. അപ്പോൾ 10 log ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ ക്ലാസ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.